ഓക്കെ, ഇനി നമ്മുടെ ഒരു റേറ്റ് ഓഫ് ചേഞ്ചിന്റെ ആപ്ലിക്കേഷനാണ്. മിനിമം മാക്സിമം ഒന്നുമല്ല, റേറ്റ് ഓഫ് ചേഞ്ച്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം. അതായത് എനിക്കൊരു കാറുണ്ട്, ആ കാർ കമ്മിങ് അറ്റ് 80 feet per minute. ഓക്കെ, ആൻഡ് എ റഡാർ ഈസ് പ്ലേസ്ഡ് അറ്റ് 30 feet ഹൈറ്റ്. റഡാർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ സ്പീഡ് ക്യാമറ. ഓക്കെ, അതായത് എൻ്റെ കാറ് 80 feet per minute വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ സ്പീഡ് ക്യാമറ ഉണ്ട്. ആ സ്പീഡ് ക്യാമറ 30 feet മേളിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് എൻ്റെ കാറ് ഇപ്പം നിൽക്കുന്നത് 40 feet ഫ്രം ദാറ്റ് പോയിന്റ്. അതായത് ആ സ്പീഡ് ക്യാമറ വെച്ചേക്കുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, റഡാർ വെച്ചേക്കുന്ന പോസ്റ്റ്, അവിടുന്ന് 40 feet മാറി എൻ്റെ കാർ ഇപ്പം നിൽക്കുന്നത്. അങ്ങനെയാണ് ഫൈൻഡ് ഡി ഡി ബൈ ഡി ടി. ഓക്കെ, അപ്പൊ എന്താണ് ഡി ഡി എന്താന്ന് പറഞ്ഞു തരാം. വിഷ്വലി എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങോട്ട് വാ. ഓക്കെ, ഇതാണ് ആ കറുത്ത പോസ്റ്റ്. ഓക്കെ, ഇതിന് 30 feet ഉണ്ട്. ഈ 30 feet മേളിലാണ് ഈ സ്പീഡ് ക്യാമറ വെച്ചേക്കുന്നത്. ആൻഡ് എൻ്റെ കാറ് ഈ പോസ്റ്റ് തൊട്ട് ഇവിടെ വരേക്കും ആക്ച്വലി 40 feet ഉണ്ട്. ആൻഡ് ആ പോയിന്റിൽ എൻ്റെ വണ്ടിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 feet per minute. ഇവിടെ -80 feet per minute എന്ന് ഇട്ടേക്കുന്ന കാര്യം എന്താ വെച്ചാൽ എൻ്റെ കാറ് അതിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായി? അതുകൊണ്ടാ, അത് ജസ്റ്റ് ഡയറക്ഷൻ കാണിക്കാനിട്ടെന്നേ ഉള്ളൂ. കാരണം വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടല്ലോ, അത് അത്രേ ഉള്ളൂ. അപ്പം അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തോന്നാ, dx/dt. ഇവിടെ എക്സിന് എന്താ ആക്ച്വലി സംഭവിക്കുന്നത്, എക്സ് കുറഞ്ഞു വന്നോണ്ടിരിക്കുകയല്ലേ. അതായത് ഇപ്പൊ 40 feet ആണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ എന്റെ വണ്ടി 36 feet ആയിരിക്കും. കാരണം ഞാൻ എന്താ ദൂരെ, അതായത് ദൂരെ ഒരു പോയിന്റ് ചെയ്ത് ഇപ്പൊ 400 feet ഉണ്ട്. എന്റെ കാർ ഓടിച്ച് സ്പീഡ് ക്യാമറ എടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ആദ്യം എന്റെ വണ്ടി 400 feet ആണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പം എന്ത് 200 feet ആയി. അപ്പൊ എന്താ dx/dt എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയല്ലേ വിത്ത് റെസ്പെക്ട് ടൈം. അപ്പം ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, നെഗറ്റീവ് വാല്യൂ. അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ എന്ത് പറ്റും, ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ. അല്ല, ഡിസ്റ്റൻസ് കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, ഞാൻ എന്താ ഈ പോയിന്റ് സ്പീഡ് ക്യാമറയുടെ അടുത്തുനിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ dx/dt പോസിറ്റീവ്. എന്താ കാരണം ആദ്യം എന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. അവിടുന്ന് പിന്നെ എന്റെ കാറ് കുറച്ചു നേരം കഴിയുമ്പോൾ 238 feet ആയി, പിന്നെ 400 feet ആയി. എന്ത് അങ്ങോട്ട് പോകുമ്പോൾ. കാരണം അപ്പൊ എന്താ ഡിസ്റ്റൻസ് കൂടി വന്നോണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ഞാൻ എന്താ തിരിച്ച് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക, ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നോണ്ടിരിക്കുക. അതുകൊണ്ടാണ് dx/dt നെഗറ്റീവ് ആയത്. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാൻ എന്റെ കാർ ഇവിടെ കൊണ്ടുപോയി വെക്കുന്ന വെച്ച് വിഷ്വലി കാണാനായിട്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് dD/dt കണ്ടുപിടിക്കാനാ. ഇവിടെ ഡി എന്താന്ന് ചോദിച്ചാൽ ഈ യെല്ലോ ഡിസ്റ്റൻസ്, അതായത് റഡാറിന്ന് ഡയറക്റ്റ് നമ്മുടെ കാറിലോട്ടുള്ള ഡയഗണൽ ഡിസ്റ്റൻസ്. ഇത് ചോദിക്കാൻ കാരണം എന്താണ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എന്റെ വണ്ടിയുടെ സ്പീഡിൽ വരുമ്പോ ഓക്കെ ഡിസ്റ്റൻസ് കുറയുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ കാണാം, എന്റെ വണ്ടിയുടെ സ്പീഡിൽ വരുമ്പോ ഇവിടെ ഡിസ്റ്റൻസ് കുറയുന്നുണ്ട്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഈ ഡി വാല്യൂ സംഭവിക്കുന്നുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ ഈ കാണുന്ന എക്സ് വാല്യൂ മാത്രമല്ല വേരി ചെയ്യുന്നത്, ഈ കാണുന്ന എല്ലാ വാല്യൂയും വേരി ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ വണ്ടി അടുത്തോട്ട് വരുന്നതനുസരിച്ച് എന്റെ ഈ ഡി ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക, ഈ എക്സിന്റെ കൂട്ട്. സോ അതുകൊണ്ട് dD/dt ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. കാരണം എന്താ, ഈ അറ്റത്ത് 400 feet ചെയ്യുന്നപ്പോ ഈ ഡിയുടെ ലെങ്ത് നോക്കി ഇത്രയും കൂടുതലാ. പക്ഷെ ഞാൻ വീണ്ടും ഇങ്ങനെ അടുത്തോട്ട് വരുന്നതനുസരിച്ചാണ് ഡിയുടെ ലെങ്ത് കുറഞ്ഞു വന്നോണ്ടിരിക്കുക. അപ്പൊ എന്താ കുറഞ്ഞു വന്നോണ്ടിരിക്കുക, അപ്പൊ dD/dt നെഗറ്റീവാ. സോ ബേസിക്കലി എന്റെ വണ്ടി ഒരു സ്പീഡിൽ വരുന്നു എന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഞാൻ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് നടക്കുന്നുണ്ട്. പക്ഷെ അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡയഗണൽ ഡിസ്റ്റൻസ് വിത്ത് ദിസ് റഡാർ സംഭവിക്കുന്നുണ്ട്. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പോകുന്നത് dD/dt എന്താന്ന്. ഓക്കെ, ഇവിടെ -79.4 എന്നുള്ള നോക്കണ്ട, നമ്മളോട് ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്നത് വാല്യൂ. അപ്പൊ എന്താ, നമ്മുടെ നേരെ എക്സാമ്പിളിലോട്ട് വരിക. നമ്മുടെ കാർ സ്പീഡിങ് 80 feet per minute ടുവേർഡ്സ് ദ റഡാർ. റഡാർ പ്ലേസ് ചെയ്തേക്കുന്ന 30 feet above the road. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം റഡാർ ടു റോഡ് അല്ല, റഡാർ ടു മീൻസ് റഡാർ ടു കാർ അല്ലെങ്കിൽ ഫ്രം പോൾ ടു കാറാണ് 40 feet. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്താണ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കും, അതായത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കണേ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പൊ ഈ 30 feet ദ ഹോൾ സ്ക്വയർ പ്ലസ്
ഈ കാണുന്ന എക്സ് സ്ക്വയർ ഈക്വൽ ടു അല്ലെ നമുക്ക് ഡി സ്ക്വയർ കിട്ടുക. അതിനാണ് നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ. ഈ 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ എങ്ങനെ വന്നെന്നറിയാം. അതായത് ഇതാണ് 40, ഓക്കെ, ഇതാണ് 30. അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ ടു ദിസ് 30 ദ ഹോൾ സ്ക്വയർ പ്ലസ് ദിസ് എക്സ് ദ ഹോൾ സ്ക്വയർ. കാരണം ഇവിടെ 30 എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും. കാരണം 30 മാറത്തില്ല. ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ആയിരിക്കുക ഈ ഡി യു എക്സ് മാത്രമേ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. 30 സ്റ്റാറ്റിക് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ കിട്ടി. അതായത് ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 900. ഇത്രയും കിട്ടിയേ. ഇത് ജസ്റ്റ് താഴെ ഈ സ്ക്വയറിനെ അപ്പുറത്തോട്ട് ഇട്ട് തന്നേ ഉള്ളൂ. പക്ഷെ ജസ്റ്റ് ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 900 എന്ന് പറഞ്ഞ് മാത്രം വെക്കും. നമുക്ക് ആക്ച്വലി വേണ്ടുന്നത് എന്താ? ഡി ഡി ബൈ ഡി ടി. അതല്ലേ വേണ്ടുന്നത്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 900 എന്നല്ലേ. ഒരു കാര്യം ചെയ്യും, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്ത്? വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2d ഇൻറ്റു ഡി ഡി ബൈ ഡി ടി ഈക്വൽ ടു 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അതായത് നമ്മൾ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡി ഡി ബൈ ഡി ടി ഈക്വൽ ടു എക്സ് ബൈ ഡി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇത്രയും നമുക്ക് കിട്ടിയേ. ഇത്രയും കിട്ടി. ഇനി നമുക്കൊരു കാര്യം അറിയാം. നമുക്ക് എക്സ് ഈക്വൽ ടു 40, അതായത് 40 ഫീറ്റ് അപ്പുറത്ത് ഇരുന്നപ്പം നമുക്ക് ഡി എക്സ് ബൈ ഡി ടി എത്രയാണെന്നറിയാം. അതായത് നമ്മുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വണ്ടി 40 ഫീറ്റിലായിരുന്നപ്പം നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് 80 ഫീറ്റ് പെർ മിനിറ്റ്, അതായത് -80 ഫീറ്റ് പെർ മിനിറ്റ് നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആക്ച്വലി എക്സ് ഈക്വൽ ടു 40 ഫീറ്റിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അത് നേരെ കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ആദ്യത്തെ ഇക്വേഷനിൽ ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. എന്ത്? ഈ സാധനത്തില് ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 900 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിയുടെ വാല്യൂ കിട്ടി 50 ഫീറ്റ് കിട്ടി. അതുപോലെ ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടി? -80 ഫീറ്റ് പെർ മിനിറ്റ്. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് സുഖത്തെ ഡി ഡി ബൈ ഡി ടി കണ്ടുപിടിക്കാം. കാരണം ഡി ഡി ബൈ ഡി ടി എന്താ? എക്സ് ഡിവൈഡ് ബൈ ഡി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ എക്സും ഉണ്ട്, ഡിയും ഉണ്ട്, ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്. അതെല്ലാം കൂടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? -64 ഫീറ്റ് പെർ മിനിറ്റ് എന്ന് കിട്ടും. അതായത് ചേഞ്ച് ഇൻ ദ ഡയഗണൽ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ -64 ഫീറ്റ് പെർ മിനിറ്റ് ആണ്. കണ്ടോ? ഇത് ബേസിക്കലി നമ്മൾ എന്താണ്, നമ്മൾ ആ വാല്യൂ പറഞ്ഞു ചെയ്തു. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അത്ര സാധനം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ എന്താണ്, നമ്മുടെ വണ്ടി റഡാറിന്റെ അടുത്തോട്ട് വന്നോണ്ടിരുന്നപ്പം എന്ത് പറ്റി? നമ്മുടെ ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നോണ്ടിരുന്നത്. ഇത് ആ റഡാറിന്റെ പോസിറ്റീവായിട്ടുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു. അതേ സമയത്ത് തന്നെ നമ്മുടെ വണ്ടിയും റഡാറുമായിട്ടുള്ള ഡയഗണൽ ഡിസ്റ്റൻസ് മാറുന്നുണ്ടായിരുന്നു. ആ റേറ്റ് ഓഫ് ചേഞ്ച് നമുക്കിവിടെ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആ ഡിസ്റ്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡയഗണൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, താഴെ കാണുന്ന അത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അത് പ്ലോട്ട് ചെയ്തേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മേളിൽ കാണാൻ പറ്റും. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പം ആ ഒരു ഐഡിയ കിട്ടിയേ. കട്ട് ചെയ്യാം റേറ്റ് ഓഫ് ചേഞ്ചിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കേട്ടോ.